എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തൊരു ചൂടാണിപ്പം! അതിഭയങ്കരമായ ചൂട്. ഇന്ന് ആണ്ട് കൊല്ലം ജില്ലയ്ക്കൊക്കെ അവധിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഞങ്ങൾ താമസിക്കുന്ന കോട്ടയം, ഇവിടെയാണേലും എന്നാ ഭയങ്കര ചൂടാണ്. അപ്പം ഈ ചൂടത്ത് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന എന്നാന്ന് വെച്ചാൽ എല്ലാവർക്കും പരിചയമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു ഡിഷുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്കതൊന്ന് കാണാം. അങ്ങനെ നമ്മുടെ ഹെൽത്തി ഡിഷ് തയ്യാറാക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ ഒരു ചെറിയ മൺചട്ടി, ഒത്തിരി വലുതൊന്നും വേണ്ട, ചെറിയതായിട്ട് മതി. പിന്നെ ഞാൻ ഇന്നലെ ഒരു 10 മണിയായപ്പം ഈ ചോറിനകത്ത് കുറച്ച് വെള്ളവും ഒഴിച്ച്, അതുപോലെ മുളകും ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞിട്ടു. അപ്പോൾ അതിനൊരു പ്രത്യേക മണവും ടേസ്റ്റും ഉണ്ട്. അപ്പോൾ അതങ്ങോട്ട് ഒഴിക്കാൻ പോവുക. ഒരു 2 തവി. ഇത് ഒഴിക്കുമ്പോൾ തന്നെ അങ്ങ് കൊതി വരുന്നുണ്ട് കേട്ടോ. ഒഴിച്ചു. അപ്പോൾ ഇനി ഞാൻ ഒഴിക്കാൻ പോകുന്നത് നല്ല നാടൻ പശുവിൻ്റെ നല്ല കട്ട തൈര്. ഞാൻ ഇന്നലെ വൈകിട്ട് ഇതും ഒഴിച്ചായിരുന്നു, കുറേ ഒഴിച്ചതാണ്. അടുത്തയായിട്ട് നമുക്ക് നല്ല തേങ്ങ അരച്ച് വാളംപുളി ചേർത്ത് നല്ല ഒരു ചമ്മന്തിയാണ്. ഇതിനകത്ത് ഇഞ്ചിയും ചുവന്നുള്ളിയും പച്ചമുളകും ചെറിയ രീതിയിൽ കുഞ്ഞ് ചുമന്ന മുളകും കൂടെ ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഉപ്പും ചേർത്ത് നല്ല ചമ്മന്തിയാണ്, നല്ല കട്ട ചമ്മന്തി. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് നല്ല അവിയലാണ്. നല്ല അവിയൽ ഞാൻ രാവിലെ വെച്ച പടവളങ്ങ തോരനാണിത്. അടുത്തയായിട്ട് ബീൻസ് മെഴുക്ക് പുരട്ടിയാണ്. അത് ഇന്ന് രാവിലെ വെച്ച മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ. ഇനി നല്ല നാടൻ നാരങ്ങ, അതായത് ഇവിടെ ഉണ്ടായ നാരങ്ങയാണ്, അത് അച്ചാർ. ഇനി നമ്മൾ ഒഴിക്കാൻ പോകുന്നത് നല്ല ഇന്നലെ വെച്ച നല്ല കുടംപുളിയിട്ട് വെച്ച നല്ല മീൻകറിയാണ്. ഇതും കൂടെ ഒഴിച്ചൊന്ന് കുഴച്ചടിക്കുകയാണെങ്കിൽ. അടുത്തത് നമ്മുടെ നാടൻ അയില, നല്ല കുരുമുളകൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് ലോ ഫ്ലെയിമിൽ വറുത്തെടുത്തതാണ്. അടുത്ത കണ്ടില്ലേ, നല്ല ബീഫ് റോസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ഒരു സ്വല്പം ഉപ്പും കൂടെ ഇങ്ങനെ. ഇനി അങ്ങോട്ടൊരടിയാണ്. ഇതിനകത്ത് ഇനി ലെഗ് പീസ് വെക്കാനൊന്നും പറ്റത്തില്ല, അതുകൊണ്ട് നമുക്ക് കഴിക്കാം. എല്ലാം റെഡി. ഒരു മണവും വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് കഴിക്കാൻ തുടങ്ങാം. ആദ്യം ഞാൻ ഈ മീൻ കഷ്ണം അങ്ങോട്ടെടുത്തൊന്ന് വായി വെക്കട്ടെ. ഹായ്, അപാരം. എന്നാ ടേസ്റ്റായത്! നല്ല ഇത്രയും കഴിച്ചപ്പോൾ തന്നെ ഒരു തണുപ്പ് വരുന്നുണ്ട്. നാരങ്ങയുടെ ബീഫ് കണ്ടില്ലേ, ഈ ബീഫുമൊക്കെ ഇതിനകത്ത് കിടന്ന് എല്ലാത്തിനും ഒരേ ടേസ്റ്റ്. ചമ്മന്തി
എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ വറുത്ത മീനാണ്. ഇനി ഫോർമാലിറ്റി ഒന്നും വേണ്ട, നമുക്കങ്ങ് ഞാൻ വാരി വിഴുങ്ങാൻ പോവുകയാണ് കേട്ടോ, കഴിക്കാൻ പോവാം. ഞാൻ കഴിച്ച കറികളുടെ എല്ലാം സത്താണ് ഈ വെള്ളം. ഇതൊന്ന് ടേസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്തെല്ലാം കഴിച്ചിട്ടുണ്ടോ അതിൻ്റെ എല്ലാം ആ ടേസ്റ്റ് ഇതിനകത്ത് വരും. ഓ സൂപ്പർ കേട്ടോ. ഒത്തിരി നാളിന് ശേഷം നല്ലൊരു അടിപൊളി ഫുഡാണിപ്പോൾ കഴിച്ചത്. ഇതുപോലുള്ള ഒരു അടിപൊളി നമുക്കുള്ള കറികൾ മതി, അതെല്ലാം കൂടെ കൂട്ടി നല്ല ഒരു പഴങ്കഞ്ഞി കുടിച്ചിട്ട് അതിൻ്റെ ഒരു അഭിപ്രായം എൻ്റെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഫ്രം AK Vlogs.